ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് IT ആൻഡ് സൈബറിലെ ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വായിക്കും, നിങ്ങളും കൂടെ വായിക്കുക, അതുപോലെ തന്നെ കൂടെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, സൈബറിലോ ഒന്നും കാണാപ്പാഠം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് DBS? ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ്. DBS ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ്. സെക്കൻഡ് വൺ, പോയിൻ്റ് ടു പോയിൻ്റ് ട്രാൻസ്മിഷൻ with one sender and one receiver is called as. ഒരു സെൻറ്ററും ഒരു റിസീവറും മാത്രമായിട്ട് നടക്കുന്ന പോയിൻ്റ് ടു പോയിൻ്റ് കമ്മ്യൂണിക്കേഷനെ എന്താണ് വിളിക്കുന്നത്? യൂണികാസ്റ്റിംഗ്. ടെലഫോൺ കമ്മ്യൂണിക്കേഷൻസൊക്കെ ഇതിന് ഉദാഹരണമാണ്. യൂണികാസ്റ്റിംഗ്. തേർഡ് വൺ, ഹൂ ഡെവലപ്ഡ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആരാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്? ഗൂഗിൾ. ഫോർത്ത് വൺ, ഫുൾ ഫോം ഓഫ് വൈഫൈ? വയർലെസ് ഫിഡലിറ്റി. വൈഫൈയുടെ ഫുൾ ഫോമാണ് വയർലെസ് ഫിഡലിറ്റി. ഫിഫ്ത്ത് വൺ, ദ ബേസിക് ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ വാസ് ഡെവലപ്ഡ് ബൈ ജോൺ വോൺ ന്യൂമാൻ. കമ്പ്യൂട്ടറിന് അതിൻ്റെ ബേസിക് ആർക്കിടെക്ചർ നൽകിയത് ആരാണ്? ജോൺ വോൺ ന്യൂമാൻ. സിക്സ്ത് വൺ, വെൻ വാസ് ദി ഫസ്റ്റ് ഇമെയിൽ സെൻറ്റ്? 1971. ആദ്യത്തെ ഇമെയിൽ അയച്ചത് 1971. സെവൻത്ത് വൺ, ഹൂ ഈസ് ദി ഫൗണ്ടർ ഓഫ് ട്വിറ്റർ? ട്വിറ്ററിൻ്റെ സ്ഥാപകൻ ആരാണ്? ജാക്ക് ഡോഴ്സി. എയ്ത്ത് വൺ, എ ഗ്രൂപ്പ് ഓഫ് 8 ബിറ്റ്സ് ഈസ് കോൾഡ്? 8 ബിറ്റുകളുടെ ഒരു ഗ്രൂപ്പിനെ എന്താണ് വിളിക്കുന്നത്? ബൈറ്റ്. നയൻത്ത് വൺ, വിച്ച് ഈസ് ദി ഇൻ്റർനെറ്റ് ബ്രൗസർ ഡെവലപ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഇൻ്റർനെറ്റ് ബ്രൗസർ ഏതാണ്? എപ്പിക്. വൺ, വിച്ച് സെക്ഷൻ ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത് സൈബർ ടെററിസം? IT ആക്ടിൻ്റെ ഏത് സെക്ഷനിലാണ് സൈബർ ടെററിസത്തിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്? 66F. 11th വൺ, സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ഡാഷ് ടെക്നോളജി? ട്രാൻസിസ്റ്റേഴ്സ്. 12th വൺ, വേൾഡ്സ് ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ? ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഏതാണ്? ENIAC. 13, സെക്ഷൻ 66C ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത്? IT ആക്ടിൻ്റെ സെക്ഷൻ 66Cയിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പണിഷ്മെൻറ്റ് ഫോർ ഐഡൻറ്റിറ്റി തെഫ്റ്റ്. 14, ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻഡ് കറക്റ്റിംഗ് ദി ലോജിക്കൽ എറേഴ്സ് ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് കോൾഡ്? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ ലോജിക്കൽ എറേഴ്സ് കണ്ടെത്തുകയും അത് തിരുത്തുകയും ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? ഡിബഗ്ഗിംഗ്. 15, the way of manipulating data into information is called? ഒരു ഡാറ്റയെ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രോസസ്സിനെ എന്താണ് വിളിക്കുന്നത്? പ്രോസസ്സിംഗ്. 16, the software used for translating high level language to machine language? Compiler. 17, the first antivirus program was?
റീപ്പർ. ആദ്യത്തെ ആൻറ്റിവൈറസ് പ്രോഗ്രാമാണ് റീപ്പർ. 18. വാട്ട് ഈസ് BIOS ഷോർട്ട് ഫോർ? ബേസിക് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സിസ്റ്റം. ബയോസിൻ്റെ ഫുൾ ഫോമാണ് ബേസിക് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സിസ്റ്റം. 19. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ ആൻഡ് കീബോർഡ് ഇൻവോൾവ്സ് ഡാഷ് ട്രാൻസ്മിഷൻ. കീബോർഡും കമ്പ്യൂട്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഏത് ടൈപ്പ് ട്രാൻസ്മിഷനാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? സിംപ്ലെക്സ് ട്രാൻസ്മിഷൻ. 20. ബ്ലൂടൂത്ത് ടെക്നോളജി യൂസസ് ഡാഷ് സിഗ്നൽസ് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ. റേഡിയോ വേവ്സ്. ബ്ലൂടൂത്ത് ടെക്നോളജിയിൽ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. 21. ഇൻ ലിനക്സ് എവറിത്തിങ് സ്റ്റോർഡ് ആസ് എ ഫയൽ. ലിനക്സിലെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഫയലിൻ്റെ രൂപത്തിലാണ്. 22. The maximum capacity of DVD is 17.1 GB. ഒരു DVD-യുടെ മാക്സിമം കപ്പാസിറ്റി 17.1 GB ആണ്. 23. CPU retrieves its data and instructions from മെയിൻ മെമ്മറി. CPU അതിൻ്റെ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ റീട്രൈവ് ചെയ്യുന്നത് മെയിൻ മെമ്മറിയിൽ നിന്നാണ്. 24. എക്സിക്യൂഷൻ ഓഫ് 2 or more പ്രോഗ്രാംസ് ബൈ എ സിംഗിൾ CPU ഈസ് നോൺ ആസ് മൾട്ടി പ്രോഗ്രാമിംഗ്. 2 അതിലധികമോ പ്രോഗ്രാംസ് ഒരു സിംഗിൾ CPU-വിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത്? മൾട്ടി പ്രോഗ്രാമിംഗ്. 25. എ കമ്പ്യൂട്ടർ ഓർ സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഇൻഫോർമേഷൻ ബൈ ഇൻ്റർനെറ്റ് ടു എ ക്ലയൻറ്റ് സെർവർ. ഇൻ്റർനെറ്റ് വഴി ഇൻഫോർമേഷൻസ് ക്ലയൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ എന്താണ് വിളിക്കുന്നത്? സെർവർ. 26. UDP is a dash protocol. Connectionless protocol. 27. Modem stands for modulator, demodulator. 28. Do the right thing is a slogan of Google. ഗൂഗിളിൻ്റെ സ്ലോഗനാണ് ഡു ദി റൈറ്റ് തിങ്. 29. The program which are as permanent as hardware and stored in ROM is known as firmware. ഹാർഡ്വെയർ പോലെ തന്നെ പെർമനൻ്റ് ആയതും റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതുമായ പ്രോഗ്രാമിനെ എന്താണ് വിളിക്കുന്നത്? ഫേംവെയർ. 30. The resolution of a computer monitor is determined by നമ്പർ ഓഫ് പിക്സൽസ് ഓൺ ദ സ്ക്രീൻ. ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ റെസല്യൂഷൻ കണക്കാക്കുന്നത് അതിൻ്റെ സ്ക്രീനിലെ പിക്സലുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 31. PDF സ്റ്റാൻഡ്സ് ഫോർ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. 32. സൂപ്പർ കമ്പ്യൂട്ടർ അനുപം ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ബൈ ബാർക്ക്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിലാണ് അനുപം എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തത്. 33. മോസ്റ്റ് പോപ്പുലറൈസ്ഡ് കമ്പ്യൂട്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി ഇൻ ദ വേൾഡ്. ഇൻ്റൽ കോർപ്പറേഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറൈസായ കമ്പ്യൂട്ടർ ചിപ്പുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ഇൻ്റൽ കോർപ്പറേഷൻ. 34. ഇൻ്റർനെറ്റ് കൺട്രോളിംഗ് ഇൻ ഇന്ത്യ ബൈ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. 35.
When is World Computer Literacy Day celebrated? December 2nd. 36. Expansion of UNIVAC is Universal Automatic Computer. 37. Junk email is also called spam. 38. C language was developed by Dennis Ritchie. 39. Program developed according to the requirement specific to an office is tailored software. ഏതെങ്കിലും ഓഫീസിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമുകളെയാണ് ടൈലേർഡ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. 40. Hexadecimal number system uses symbols 16 എന്ന സിമ്പിളാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. 41. Who is the father of internet? Windsurf ആണ് ഇൻ്റർനെറ്റിൻ്റെ ഫാദർ. 42. Software such as Explorer, Firefox are referred to as browsers. 43. One of the second storage media in computer is floppy disk. കമ്പ്യൂട്ടറിലെ ഒരു സെക്കൻഡ് സ്റ്റോറേജ് മീഡിയമാണ് ഫ്ലോപ്പി ഡിസ്ക്. 44. K7 is a antivirus. 45. Microsoft PowerPoint is an example of application software. 46. IT Act in India was amended in 2008. 2008 ഇന്ത്യയിലെ IT ആക്ട് അമെൻഡ് ചെയ്തത്. 47. In which year first smartphone introduced? 1994. 48. First programming language Fortran. 49. The type of test used in computing to check whether or not the user is human. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന വ്യക്തി ഹ്യൂമൻ ആണോ അല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റാണ് ക്യാപ്ച. 50. Programmed instruction to the computer is known as code. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഈ 50 ക്വസ്റ്റ്യൻസും എല്ലാവരും നന്നായിട്ട് പഠിക്കണം. എക്സാംസ് ഡേറ്റൊക്കെ എപ്പോൾ വേണമെങ്കിലും അറിയിക്കാം. ഓൺലൈൻ നടത്താനും ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സാം എപ്പോൾ വേണമെങ്കിലും എഴുതാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.